ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഹെന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഒരു ഹെന്ന പൗഡറാണ്. ഇത് ഗോദ്രേജിൻ്റെ ഹെന്നയാണ്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഈ ഹെന്ന പൗഡർ അല്ല കേട്ടോ, ഒരു രാജസ്ഥാനി ഹെന്നയുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ബട്ട് ഇതും കുഴപ്പമൊന്നുമില്ല, എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. ഇത് നല്ലതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ പാക്കറ്റാണ്, അപ്പോൾ ഇത് ഫുൾ എടുത്തിട്ടുണ്ട്. ഫുള്ള് മുടി അപ്ലൈ ആയതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തു. അപ്പോൾ നിങ്ങളുടെ മുടി നല്ല നീളമുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എടുക്കുന്നതായിരിക്കും നല്ലത്, എല്ലായിടത്തും അപ്ലൈ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അതിലേക്ക് സാധാരണ ഞാൻ അതിലേക്ക് നെല്ലിക്കാപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ നെല്ലിക്കാപ്പൊടി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. നിങ്ങൾ നെല്ലിക്കാപ്പൊടി കൂടി ആഡ് ചെയ്യണം, നല്ലതാണ് അത് ഇട്ടാൽ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ചേർക്കുന്നത് തൈരാണ്. ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. തൈര് നല്ലൊരു കണ്ടീഷണറിന് ഉപയോഗം അറിയാലോ. അപ്പോൾ തൈര് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ തണുപ്പ് അല്ലെങ്കിൽ തലയ്ക്ക് അധികം തണുപ്പ് പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, കോൾഡ് വരുന്നുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുമ്പം കുറച്ച് ഉപയോഗിക്കാം. പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്, നാരങ്ങയുടെ നീര്. അത് ഞാനൊരു പകുതി നാരങ്ങ നീര് എടുത്തിട്ടുള്ളൂ. നാരങ്ങ ശരിക്കും ഡാൻഡ്രഫ് ഉള്ളവർക്ക്, അതായത് താരനുള്ളവർക്ക് ഈ നാരങ്ങ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ചിലർക്കൊരു പേടി ഉണ്ടാവും, നാരങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നര കൂടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചായവെള്ളമാണ്. അതായത് ഒരു 3 അല്ലെങ്കിൽ 4 ടീസ്പൂൺ ചായപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ ചായ ഉണ്ടാക്കുന്നത്. അതുപോലെ ചായ ഉണ്ടാക്കിയത് ഇത് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല കളർ കിട്ടാനാണ് കൂടുതൽ ചായപ്പൊടി ചേർക്കുന്നത്. എന്നിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണിത്. ഇത് ചൂടാറിയിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. ഇത് ചേർക്കുമ്പം നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെന്നയുടെ തിക്നെസ് കൂടി, എന്താ പറയുക, വെള്ളം പോലെ ആയപ്പോയി നമ്മുടെ തലയിൽ ഇരിക്കില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളത്തിലാവരുത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ളയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതുകൂടി ഓർക്കുക. മുട്ടയുടെ വെള്ളം ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇപ്പം ഇന്ന് ഒരു 11 മണി സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് നാളെ ഈ ഒരു സമയത്താണ് ഞാൻ തലയിൽ ഇത് തേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇരിക്കുന്നുണ്ട്. അപ്പം തലയിൽ തേക്കാൻ നേരത്ത് മാത്രമാണ് ഞാൻ ഈ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓർക്കുക, അതനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തലേദിവസം എടുത്ത് വെക്കുന്നത്. പിറ്റേ ദിവസം മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ, മഞ്ഞ ആഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അറിയാലോ, വെള്ളം കൂടുതൽ വരും. അപ്പോൾ ആ തിക്നെസ് നോക്കിയിട്ട് വേണം തലേദിവസം ഈ ചായയുടെ വെള്ളം ഒഴിക്കാനായിട്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഈ ചായയുടെ വെള്ളം വേണമെങ്കിൽ കുറച്ചെടുത്ത് വയ്ക്കുക, നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ചെടുത്ത് വയ്ക്കുക. ഇനിയിപ്പം എങ്ങാനും കട്ടി കൂടി പോയാലും നാളെ ഉപയോഗിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതാണ്ടൊരു പാകമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുകൂടി തൈര് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. തൈര് നല്ലതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതുകൂടി ആഡ് ചെയ്യാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഹെന്ന മിക്സിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പരുവെന്ന് പറയണത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കണമെന്ന് പറയും. ഇരുമ്പ് ചട്ടിയിൽ എടുത്ത് വെച്ചാലാണ് അതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർക്കും ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു എളുപ്പവഴിയുണ്ട്. ഇരുമ്പിൻ്റെ ആണിയോ അല്ലെങ്കിൽ പിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇതിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ ആണി എടുത്ത് കളയുക. എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർക്ക്, ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇതാണ് മിക്സ്. അപ്പം ഞാനത് എടുത്ത് വയ്ക്കട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, പിറ്റേ ദിവസമാണ്. അപ്പം നമ്മുടെ ഹെന്നയുടെ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്കൊരു മുട്ടയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാണ്, കണ്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മുട്ടയുടെ വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പം കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഹെന്ന പൗഡർ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തപ്പം നല്ല കറക്റ്റ് പാകത്തിനായി, കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കിട്ടി. അപ്പം നമുക്കിപ്പോൾ തലത്തേക്ക് റെഡിയാണിത്. അപ്പോൾ എങ്ങനെ തേക്കുന്നതോട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഹെന്ന ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച്
എണ്ണ തല തേച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി കുറച്ച് റഫ് ഡ്രൈ ആവും. അപ്പം അതുകൊണ്ടാണ് എണ്ണ തേച്ചേക്കുന്നത്. അത് മാത്രം ഞാൻ എല്ലാ ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പും കുറച്ച് എണ്ണ തേക്കാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ തേക്കാനും തേക്കാണ്ടിരിക്കാം, എങ്ങനെയാണെന്ന് ചെയ്യാം. പിന്നെ നല്ലതായിട്ട് മുടി ചീവി ജടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയുക. പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഹെന്ന ചെയ്യുന്നത്. ഈ ബ്രഷ് നല്ല കൺവീനിയൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ചെയ്യാണ്ട് എല്ലായിടത്തും അപ്ലൈ നല്ല എളുപ്പമാണ്. ഈ ഹെയർ ഡൈ ഒക്കെ ഇടാനായിട്ട് ഉപയോഗിക്കില്ല അങ്ങനത്തെ ഒരു ബ്രഷ്. പിന്നെ വേണമെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇടാം. കയ്യിൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കൊന്നും ഈ കളറൊന്നും ആവാണ്ടിരിക്കാനായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ നടുക്കുന്നൊരു പോർഷൻ എടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് തേക്കുക. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ തേച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഇതിങ്ങനൊരു ഇങ്ങനെ ബണ്ണ് പോലെ ഇങ്ങനെ ചുറ്റി വയ്ക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് അങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഫുള്ള് തേച്ച് കൊടുക്കുക. എണ്ണ ഫുള്ള് തേച്ച് കൊടുക്കുക. ഈ ഒരു ഫസ്റ്റ് ബണ്ണിൻ്റെ മുകളിൽ ഫുള്ള് എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം ഇതിങ്ങനെ ഇരുന്നോളോടെ, മനസ്സിലായോ? പോവാണ്ടിരുന്നോളും. ഇത് നമുക്ക് തന്നെ ചെയ്യാം, ആരുടെയും സഹായമൊന്നും വേണ്ട, തന്നെ ചെയ്യാവുന്നുള്ളൂ. അത് മാത്രമല്ല, ഇത് എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലായിടത്തും ആയിക്കോളും. മുടിയുടെ എല്ലാ ഭാഗത്തും തന്നെ ആയിക്കോളും. ഇപ്പം നരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എല്ലായിടത്തും ആയിക്കോളും. അതിനുശേഷം സെക്കൻഡ് ഒരു പോർഷൻ ഇങ്ങനെ എടുക്കുക. അപ്പം കണ്ടില്ലേ, എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ചുറ്റുക. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ കണ്ടില്ലേ, താഴെയൊക്കെ ആയില്ലേ നോക്കൂ. എന്നിട്ട് ഇത് പുറകിലേക്ക് ഇങ്ങനെ ചുറ്റി ഇതിൻ്റെ പുറകെ ചുറ്റുക. കയ്യിൽ നമുക്ക് ഗ്ലൗസ് ഇടാം കേട്ടോ. ഗ്ലൗസ് ഇടുമ്പോൾ കയ്യിലാവാണ്ടിരിക്കും. ഓക്കെ, കണ്ട ഇങ്ങനെ. അപ്പോൾ ഇവിടുന്ന് ഒരു പോർഷൻ എടുക്കുക. ഇവിടുന്ന് ഒരു പോർഷൻ മൂടി എടുക്കുക. ഒരു പോർഷൻ മൂടി എടുക്കുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഈ ഹെന്ന നമുക്ക് നരയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, അല്ലാത്തവർക്കും അപ്ലൈ ആവുന്നതാണ്. അതായത് മുടിക്ക് വളരെ നല്ലതാണ് ഹെന്ന ചെയ്യുന്നത്. നരയില്ലാത്തവർക്ക് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. നരയുള്ളവർ അതനുസരിച്ച് നിങ്ങളിപ്പം 2 ആഴ്ച കൂടുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പം നമ്മളെല്ലാ സാധനങ്ങളും നാച്ചുറൽ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ കിട്ടുന്നതാണ്. ആകെ നമ്മൾ വാങ്ങിയേക്കുന്നത് നെല്ലിക്കാപ്പൊടിയല്ല, ഹെന്ന, മൈലാഞ്ചിപ്പൊടി, അതാണ് വാങ്ങിയേക്കുന്നത്. പക്ഷേ നമുക്കതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ മൈലാഞ്ചിയിലും ഉണ്ടെങ്കിൽ അത് ഈ തണലത്ത് ഉണക്കി പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. എന്നാൽ അത് തലയിലിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തലേന്ന് ചാടിപ്പോകും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പം. അപ്പോൾ അതും കൂടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുൾ നാച്ചുറൽ, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള ഒരു ഹെന്ന ആവും. അതുപോലെ നമുക്ക് ഉണക്കനെല്ലിക്ക വാങ്ങാൻ കിട്ടും. അത് ഇതുപോലെ മിക്സിയിൽ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും ഉപയോഗിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ പ്യുവർ ഹോം മെയ്ഡ് ഹെന്ന നമുക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഈസി അല്ല അപ്ലൈ ചെയ്യാനായിട്ട്, ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ആരുടെ സഹായം ഇല്ലാണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആണ് കേട്ടോ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് അത് കണ്ടില്ലായിരുന്നു. ഇത്ര ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയിട്ടുണ്ട്. അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിച്ചത് ആ കാര്യം. അപ്പോൾ ഞാൻ ഫുള്ള് തേച്ച് കഴിഞ്ഞു. കണ്ടില്ലേ, ക്ലിപ്പൊന്നും വേണ്ടത്, ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി. അല്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ലേ, ഇപ്പം എല്ലായിടത്തും ആയിട്ടുണ്ട്. കണ്ടോ? നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ ഇത്. അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ കേട്ടോ. ഞാൻ 2 മണിക്കൂറെങ്കിലും ഇരിക്കാറുണ്ട്. കാരണം ഇത്രയും തേച്ചിട്ട് 2 മണിക്കൂർ ഇരുന്നില്ലെങ്കിൽ അത് ശരിക്കും പിടിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കോൾഡ് പ്രശ്നമൊക്കെ ഉണ്ട്, തലയിൽ കൂടുതൽ സമയം വച്ച് കഴിഞ്ഞാൽ കോൾഡൊക്കെ വരും. അങ്ങനെ പ്രോബ്ലം ഉള്ളവർ അധികം നേരം ഇരിക്കേണ്ട. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 1/2 മണിക്കൂർ അങ്ങനെയൊക്കെ ഇരിക്കുക.
ഓരോരുത്തരുടെ ഇതനുസരിച്ച്. അപ്പം ഞാൻ 2 മണിക്കൂർ ഇരിക്കുന്നുണ്ട്, 2 അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഗുണം കണ്ടില്ല. നമുക്കിത് ഇങ്ങനെയൊരു ഇതുണ്ടെങ്കിൽ നമുക്കിത് ഷവർ ക്യാപ്പ് ഇങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും ചാടുമാനോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെവിയുടെ സൈഡിലോ അവിടെ എവിടെയൊക്കെ എങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തൂത്ത് കളയാം, അല്ലെങ്കിൽ അവിടെയൊക്കെ കളർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഷവർ ക്യാപ്പ് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് മുടി കാണിച്ചു തരാം. ഓക്കെ, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്ന് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ, എൻ്റെ മുടി ഇപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.